ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ജൈസ വൈസ എന്തായി ജൈസ വൈസ എന്ന് പറഞ്ഞാൽ, ജൈസ വൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയോ അങ്ങനെ, ജൈസ വൈസ എങ്ങനെയോ അങ്ങനെ. അപ്പം ഇതെങ്ങനെയാണ് വാക്യത്തിൽ പ്രയോഗിക്കുക? ജൈസെ തും കാം കരോഗെ വൈസേ ഹി ഫൽ മിലേഗ. എന്താ ഇതിനർത്ഥം? എങ്ങനെയോ അങ്ങനെയെന്ന ജൈസ വൈസൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ എന്ത് വരും? നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുമോ അങ്ങനെ തന്നെ ഫലം കിട്ടും. വൈസേ ഹി ഫൽ മിലേഗ. ജൈസെ തും കാം കരോഗെ വൈസേ ഹി ഫൽ മിലോഗ അല്ലേ എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. അടുത്തൊന്നും കൂടി നോക്കാം. ജൈസെ വേ പെഹലെ ലിഖ്തേ തെ വൈസെ അബ് ലിഖ് ന സക്തേ. അങ്ങനെയെല്ലാം പറഞ്ഞാൽ എന്താ അർത്ഥം? जैसे वे पहले लिखते थे, മുമ്പ്, പഹലെ അല്ലെ പണ്ട്, പണ്ട് എഴുതിയിരുന്നത് പോലെ അദ്ദേഹത്തിന് ഇപ്പോൾ ലിഖിന സക്തി എഴുതാൻ കഴിയുന്നില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പം ജൈസ വൈസ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയോ അങ്ങനെ, അതെങ്ങനെ പ്രയോഗിക്കാണ്ട് വാക്യത്തിൽ പ്രയോഗിക്കേണ്ടത് മനസ്സിലായി. ഇനി അടുത്തത് എന്താ? അഗർത്തോ യദീത്തോ. ഈ അഗർത്തോ യദീത്തോ എന്ന് പറഞ്ഞാൽ രണ്ടു സംഭവം ഒന്നാണ് അർത്ഥം കേട്ടോ. എങ്കിൽ എന്നാണ് ഇതിൻ്റെ അർത്ഥം. എങ്കിൽ, അഗർത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എങ്കിൽ എന്നാണ്, യദീത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എങ്കിൽ എന്നാണ് അർത്ഥം വരിക. അപ്പോൾ അവിടെ വാക്യത്തിൽ പ്രയോഗിച്ചിരിക്കുന്നു അഗർ തും ജാത്തേ തോ മൈ ഭി ആऊंगा. എന്താ അർത്ഥം? നിങ്ങൾ പോകുന്നെങ്കിൽ ഞാനും വരും. അഗർ തും സുൻതേ തോ മൈ ഭി ഗാത്ത. സുൻതേ തോ നിങ്ങൾ കേട്ടിരുന്നെങ്കിൽ ഞാൻ പാടുമായിരുന്നു. അഗർ തും സുൻതേ തോ മൈ ഭി ഗാത്ത. അഗർ വേ കാം കർത്തേ തോ കിतना अच्छा होता. അവർ ജോലി ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, എത്ര നല്ലതായിരുന്നു, എത്ര നന്നായിരുന്നു. ഇനി അടുത്തത് എന്താണ്? അഗർ പാനി ബർസത്താ തോ ഗർമി കം ഹോത്തി. എന്താ അർത്ഥം? മഴ പെയ്തിരുന്നു എങ്കിൽ ചൂട് കുറയുമായിരുന്നു അല്ലേ. പാനീയ ബർസന എന്ന് പറഞ്ഞാൽ മഴ പെയ്യുക. അഗർ ആപ് മിഠായി ലായെങ്കെ തോ ഹം ഖുഷ് ഹോങ്കെ. നിങ്ങൾ മിഠായി കൊണ്ടുവന്നിരുന്നു എങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാവുമായിരുന്നു. ഇനി നമുക്ക് യദീത്തോ വെച്ചിട്ടുള്ള ചില വാക്യങ്ങൾ നോക്കാം. യദി വ കൽത്തി തോ സബ് കോയി സുൻത. അവൻ പറഞ്ഞിരുന്നുവെങ്കിൽ എല്ലാവരും കേൾക്കുമായിരുന്നു. യദി വ ആത്താ തോ മൈ ഭി ജാത്ത. അവൻ വന്നിരുന്നെങ്കിൽ ഞാൻ പോകുമായിരുന്നു. ഇവിടെ എങ്കിൽ നിന്നാണ് അർത്ഥം വരുന്നത് അല്ലേ. യദീത്തോ ആണെങ്കിലും അഗർത്തോ ആണെങ്കിലും അർത്ഥം ഒന്ന് തന്നെ. യദി ജീജ ആയെഗി തോ കിतना अच्छा होता. ജീജ വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യദി പൈസ ഹോത്തെ തോ കിतना अच्छा होता.
പണം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. അപ്പോൾ ഇതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല അല്ലേ? അപ്പം ഒന്നുകൂടി പറയാം. ഇവിടെ അഗർത്തോ യദീത്തോ അല്ലേ? അഗർത്തോ യദീത്തോ. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു, എങ്കിൽ എന്നാണ് രണ്ടിൻ്റെയും അർത്ഥം. അഗർത്തോ എന്നാണെങ്കിലും യദീത്തോ എന്നാണെങ്കിലും അർത്ഥം രണ്ടും ഒന്ന് തന്നെയാണ്. രണ്ടിൻ്റെയും അർത്ഥം ഒന്നാണ്. എങ്കിൽ എന്നാണ് വരിക. അപ്പോൾ ഇവിടെ കണ്ടില്ല കുട്ടികളെ? ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? വാക്യത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത് അഗർ തും ജാത്തെ തോ മൈ ഭി ആവുങ്ക. എന്താ ഇതിൻ്റെ അർത്ഥം? നിങ്ങൾ പോകുന്നെങ്കിൽ ഞാനും വരും. ഇനി അടുത്തത് അഗർ തും സുൻതേ തോ മൈ ഗാത്ത. നിങ്ങൾ കേൾക്കുമായിരുന്നെങ്കിൽ ഞാൻ പാടുമായിരുന്നു അല്ലേ? ഇനി അഗർ വേ കാം കർത്തേ തോ കിത്തന അച്ഛാ ഹോത്ത. അവർ ജോലി ചെയ്തിരുന്നെങ്കിൽ എത്രമാത്രം നല്ലതായിരുന്നു, എത്രമാത്രം നന്നായിരുന്നു. അഗർ പാനി ബർസത്താ തോ ഗർമി കാം ഹോത്തി. അങ്ങനെ പറഞ്ഞാൽ എന്താർത്ഥം? മഴ പെയ്തിരുന്നെങ്കിൽ ചൂട് കുറയുമായിരുന്നു. ഇനി അടുത്തത് എന്താ? അഗർ ആപ്പ് മിഠായി ലായെങ്കിൽ തോ ഹം ഖുഷ് ഹോങ്കെ. താങ്കൾ വരുമ്പം മിഠായി കൊണ്ടുവന്നിരുന്നെങ്കിൽ നമുക്ക് നല്ല സന്തോഷം ഉണ്ടാവുമായിരുന്നു അല്ലേ? ഞങ്ങൾ സന്തോഷിക്കുമായിരുന്നു, ഞങ്ങൾ സന്തോഷിച്ചേനെ അല്ലേ എന്നർത്ഥം. യദി വോ കഹതി തോ സബ് കോയി സുൻത. അവർ പറഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾ കേൾക്കുമായിരുന്നു അല്ലേ? എല്ലാം കേൾക്കാമായിരുന്നു എന്നർത്ഥം. യദി വോ ആത്താ തോ മൈ ഭി ജാത്ത. അവൻ വന്നിരുന്നെങ്കിൽ ഞാൻ പോകുമായിരുന്നു. യദി ജീജ ആയേഗി തോ കിത്തന അച്ഛാ ഹോത്ത. ജീജ വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യദി പൈസ ഹോത്താ തോ കിത്തന അച്ഛാ ഹോത്ത. പണം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്നാണ് അർത്ഥം വരുന്നത്. അപ്പം ഇതൊക്കെ വാക്യത്തിൽ പ്രയോഗിക്കാനാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായി, ഇതിൻ്റെ പ്രയോഗം എന്താണെന്ന് മനസ്സിലായി, ഇതെങ്ങനെയാണ് വാക്യത്തിൽ പ്രയോഗിക്കുക എന്നും മനസ്സിലായി. അപ്പം ഇനി മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.